ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ നോമ്പൊക്കെയാണ്, രാവിലെയായി. നമുക്ക് നോമ്പൊക്കെയാണെങ്കിലും നമ്മുടെ കോഴികൾക്കും നമ്മുടെ മീനുകൾക്കും നോമ്പല്ല. അപ്പം അവർക്ക് തീറ്റ കൊടുക്കാനെന്നുള്ള ഒരു സംഭവം രാവിലെയുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാവരും നോമ്പെല്ലാം പിടിച്ച് രാവിലെ കിടന്ന് ഉറങ്ങുവാണ് സാധാരണ. പക്ഷെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. നമുക്ക് ഇവർക്ക് തീറ്റ കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പണി കിട്ടും. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും എളുപ്പമുള്ള പരിപാടി നമ്മുടെ മീനുകൾക്ക് തീറ്റ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൽ വെള്ളമെല്ലാം കുറഞ്ഞു കേട്ടോ, ചൂടാണ്. ഞാൻ വെള്ളം നിറയ്ക്കാനുള്ള വെള്ളമൊന്നും അങ്ങനെ ഇല്ല. പെട്ടെന്ന് മരിച്ചു കിടപ്പുണ്ട്. വെള്ളം നിറച്ച് കൊടുക്കാത്തതുകൊണ്ടാണോ പ്രായമായതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇവർക്കൊക്കെ നമുക്ക് തീറ്റ കൊടുക്കാം. ഇതൊക്കെ വളർന്നു കേട്ടോ, ഈ മീനൊക്കെ നമുക്ക് വളർന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കൊടുക്കാറൊക്കെ ആയിട്ടുണ്ട്. പിന്നെയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാണാൻ പറ്റുന്നുണ്ടല്ലോ. നല്ല അടിപൊളി ഗപ്പിയാണ്. ഇവർക്കും തീറ്റ കൊടുക്കാം. നമ്മൾ ഈ തീറ്റ കൊടുക്കുന്നത് കേട്ടോ, എല്ലാവരും സാധാ കൊടുക്കുന്ന തീറ്റയാണ് കൊടുക്കുന്നത്. നമുക്ക് 3 ഫ്രിഡ്ജ് വെട്ടി. ഇതിൽ നമ്മുടെ ഈ മീൻ സിലോപ്പിയ ഉണ്ട്, റെഡ് സിലോപ്പിയ. ഇവർ ഭയങ്കര നാണക്കാരാണ്. ഇവരെങ്ങനെയൊന്നും ഇറങ്ങി വരികയില്ല. അതുകൊണ്ട് തന്നെ ഇവരങ്ങനെ പെട്ടെന്ന് കാണാനും പറ്റുകയില്ല. അപ്പോൾ നമുക്ക് കുറച്ച് തീറ്റ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുകയില്ല. നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ഇങ്ങനെ തിരിച്ച് കൊടുക്കാം. ഇവർ ഇച്ചിരി നാണക്കാരാണ്. അതുകൊണ്ടാണ് ഇവർ തീറ്റിയിട്ടുള്ളത്. കഴിക്കാൻ പൊങ്ങൊരുമില്ല. അതുകൊണ്ട് വാലെല്ലാം കണ്ടില്ല, നല്ല അടിപൊളി വാലൊക്കെയല്ല ഇറങ്ങുന്നുള്ളൂ. സെറ്റപ്പ് വാല. കൊടുക്കാറായിട്ടുണ്ട്. വെക്കേഷൻ ആകുമ്പോൾ കൊടുക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പം വാരിയിലും വന്ന് നമുക്ക് തരാം കേട്ടോ. പാഴ്സലില്ലായേ, വിചാരിച്ച പറ്റിയുള്ളവർ മാത്രം വന്നാൽ തരുള്ളൂ. നീ ഇവർക്ക് കൊടുക്കാം. ഇവരും ഭയങ്കര നാണക്കാരാണ്. ഇവരങ്ങനെ പൊങ്ങി വരുമൊന്നുമില്ല. എന്നാലും ഇവർക്ക് കൊടുക്കണമല്ലോ. ഇത് പൊങ്ങി വരുമോ നമുക്ക് നോക്കാം. രാവിലെ ആരും പൊങ്ങി വരികയില്ല, കാരണം ഇവർക്ക് ഭയങ്കര ഈ കൂട്ടിൽ ഗപ്പിയോ ശരിയാവുമല്ലോ. കാരണം ഇവിടെ നമ്മൾ പ്ലാറ്റിനെ മാത്രം ഇടുന്ന, ഇവിടെ ഗപ്പി വരാൻ പാടില്ല. ഈ 2 ഗപ്പിനെ പിടിച്ച് നമുക്ക് മാറ്റാം. ഇപ്പം മാറ്റാൻ സമയമില്ല. ഇനി അടുത്തത് ഇവർക്കാണ്. ഇവർ നാടൻ ഗപ്പികളാണ്. ഇവർ നാണമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. ഇവർ സാധനം ഇട്ടാണെന്ന് എല്ലാവരും പൊങ്ങി വന്നോളും കേട്ടോ. കൊള്ളല്ലേ, അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അങ്ങനെ മീന് തീറ്റ കൊടുക്കാന്നുള്ള ഒരു സംഭവം ഇവിടെ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇവർക്കും കുറച്ച് ഇട്ട് കൊടുക്കണം. ഇവരെന്തായാലും പൊങ്ങി വെച്ചില്ല, കാരണം ഇവർക്ക് അത്രയും നാണം വരാക്കില്ല. നോക്കാം, കുറച്ചൊരു നോക്കാം. വന്നിട്ടുണ്ട്. കുറച്ച് നേരം വരെ നിന്ന് നോക്കാം. ഇത്രയും പോരാന്ന് തോന്നുന്നു. കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ തീറ്റ കൊടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം കേട്ടോ. അടുത്ത നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്ത ഒരു കുളമുണ്ട് ഇവിടെ കിടക്കുന്നത് മൊത്തം ബ്ലാക്കാണ്. ബ്ലാക്ക് ഗപ്പികൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ. ഈ അടുത്ത് ഇന്നലെയും കുഞ്ഞുങ്ങളുണ്ടായി, ഇന്നലെയും പിന്നെയും കുഞ്ഞുങ്ങളുണ്ടായി. അപ്പോൾ ഇവർക്ക് ഈ ഇരിക്കുന്നവരാണ് ഇന്നലെ ഉണ്ടായത് കേട്ടോ, കാണുന്നുണ്ടോ? അപ്പോൾ ഇവർക്ക് കുറച്ച് തീറ്റ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇടാം. ഇത്രയും മതിയാവും. ഇവര് അത്ര ചെറിയ ഫാമിലിയാണ്. ഒരച്ഛനൊരമ്മ, കുറേ മക്കൾ. പിന്നെ എനിക്ക് വിഷമമായി പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് മീനെയൊക്കെ വളർത്തും. പക്ഷേ കുഞ്ഞു പിള്ളേരെ കാര്യമാണ് അറിയുന്നത്. കുഞ്ഞു പിള്ളേർ ചുമ്മാ ഇവിടെ വന്ന് അടിച്ചുകൊണ്ട് പോകും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അടിച്ചു മാറ്റുന്ന സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റണം. നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി. ഇതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മീനുകളെ വിൽക്കുക എന്നുള്ളതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതിലെ വളർത്തുക, കുറേ നാൾ വളർത്തുക, ആ മീൻ കുഞ്ഞുങ്ങളുണ്ടാകുന്ന കാണുക, അതൊക്കെയാണ് നമ്മുടെ സന്തോഷത്തിൽ പറഞ്ഞാൽ. അല്ലാതെ വേറെ സന്തോഷമൊന്നും. അത് നമ്മുടെ സൈക്കിളാട്ടോ. നമ്മളിടയ്ക്ക് രാവിലെ റൈഡിനൊക്കെ പോവും. പോഷകളിയൊക്കെ പിടിച്ചിരിക്കുകയാണ്, കഴുകണം. അപ്പം ഇപ്പോഴും പറഞ്ഞ മനസ്സിലായില്ലേ. മെയിനായിട്ട് ഇത് നമുക്ക് 2 വണ്ടി ഉണ്ട്. ഒന്ന് വാപ്പയുടെ ഒന്ന് എൻ്റെ. ഇനി നമുക്ക് നമ്മുടെ കോഴികളൊക്കെ എന്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കോഴികളൊക്കെ ഇവിടെ ചുമ്മാ നിൽക്കുവാണ്. രാവിലെ 4 പേരെ തുറന്നു വിട്ടു. 2 പേര് ഏത് വഴിയോ പോയി. ആ വഴി ഏതാണെന്ന് നമുക്ക് നോക്കാം. നിൽക്കുന്ന 2 പേര്. ഇവരുടെ കാര്യമൊക്കെ അറിയാമല്ലോ. ഇവരുടെ പറ്റിയുള്ള മൊത്തം ഡീറ്റെയിൽസ് ഒരു വീഡിയോ നമ്മളിങ്ങനെ ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളായ കോഴിയും താറാവും, ഇവരെപ്പറ്റി ഞാൻ ഇടയ്ക്കൊക്കെ പറയും. താറാവ് ഉണ്ടോ,
ഇത്രയുമായി. കോഴി അത്ര ആയതേ ഉള്ളൂ. താറാവ് നല്ല വളർച്ചയുള്ള താറാവാണ്. പിന്നെ ഇവർ നമ്മളെ ഈ പണ്ട് പോലെയുള്ള ആൾക്കാരാണ്. ഇവരുണ്ടല്ലേ, തീറ്റയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വെള്ളവും ഇല്ല അവർക്ക്. അപ്പം നമുക്ക് വെള്ളവും വെച്ച് കൊടുക്കാം, തീറ്റയും വെച്ച് കൊടുക്കാം. അപ്പം വീടിൻ്റെ അകത്തോട്ട് പോയിട്ട് എല്ലാം സെറ്റ് ചെയ്യാം. കോഴിക്ക് കുറച്ച് ശർക്കര ചുരണ്ടി മഞ്ഞൾപ്പൊടി ഒഴിച്ച് കൊടുക്കും കേട്ടോ. ആ കൊഴുക്കുന്നതിലൂടെ നമുക്ക് അത്യാവശ്യം കോഴിയുടെ അസുഖങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ ഇച്ചന്മാരെ. പിന്നെ ഇത് നമ്മുടെ തറ കുഞ്ഞുങ്ങളാണ്. ഇവരെടുത്ത് നമ്മൾ വെളി വെച്ചിട്ടുണ്ട്. ഇവരെ കണ്ടപ്പം ഒരു അണ്ണൻ ചെയ്ത് കണ്ടപ്പം ഇവരെ രക്ഷിക്കാൻ വേണ്ടി മേടിച്ചതാണ്. ഇവരെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കാണുക, കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇവരെങ്ങനെ ഇടയ്ക്കൊക്കെ വെയിലടിക്കാൻ വേണ്ടി നമ്മൾ വെക്കും. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ കാണാനൊക്കെ. അപ്പോൾ ഇവർക്കുള്ള തീറ്റ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഇത്ര ഐറ്റമാണ് കോഴിക്ക് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കുഞ്ഞു കോഴികൾക്ക് സ്റ്റാർട്ടർ, വലിയ കോഴികൾക്ക് സ്റ്റാർട്ടർ ഇത് നമ്മുടെ മരുന്ന്, നമ്മുടെ മഞ്ഞളും നമ്മുടെ മറ്റേ ശർക്കരയും ഒഴിച്ച് മരുന്ന് കേട്ടോ. ആദ്യം നമ്മുടെ കുഞ്ഞു താറാവുകൾക്ക് നമുക്ക് ഈ മരുന്നൊന്ന് കൊടുക്കാം. മരുന്നല്ല, നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് നമ്മളതും ജസ്റ്റ് ഒന്ന് നമ്മൾ ഷെയ്ക്ക് ചെയ്യും. ഷെയ്ക്ക് ചെയ്ത് നമ്മൾ അവരുടെ മെഡിസിനാണ്. ഷെയ്ക്ക് ചെയ്ത് നമുക്ക് അവരുടെ കൂട്ടിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇഷ്ടപ്പെടുമോ ഇല്ലയെന്ന് നമുക്കറിയത്തില്ല. പിന്നെ അതവർക്ക് വെച്ച് കൊടുക്കാം. വെച്ചെടുത്ത് വീട്ടിൽ തിന്നുന്നുണ്ട്. ഇവർക്ക് തിന്നാൻ കൊള്ളുകയില്ല എന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ല. അപ്പം നിങ്ങൾ തൽക്കാലത്തേക്ക് വേറെ തരാം കേട്ടോ. അലമ്പുണ്ടാക്കല്ലേ. ഇത് കഴിച്ചോ, അവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള വെള്ളം നമുക്ക് തന്നെ ഒരു പുതിയ വെള്ളം സെറ്റ് ചെയ്ത് കൊടുക്കാം. വെള്ളം കൊണ്ട് കളാം, നിങ്ങൾക്ക് തരാം കേട്ടോ. എന്ന് വിചാരിക്കരുത്, അതായത് അവർക്കുള്ളതാണ്. നമുക്ക് പുതിയ വെള്ളം തരാം കേട്ടോ. കമത്തിക്കളയാം. അങ്ങനെ ഇവർക്ക് നമ്മൾ മരുന്നുവെള്ളം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, കഴിക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഒരു മധുരമൊക്കെ ഉള്ളതുകൊണ്ട്. ഇത് നമ്മൾ ശർക്കര വെള്ളവും മഞ്ഞളും കൂടെ കലക്കിയ വെള്ളവും കൂടെ കലക്കി കൊടുത്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് നമുക്ക് തീറ്റ കൊടുക്കാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഇവർക്കും കൂടെ ആ സ്റ്റാർട്ടർ മരുന്ന് കലക്കി കൊടുക്കാമെന്ന്. ഇവർക്ക് മരുന്നൊന്നും കൊടുത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ അത് കൊടുക്കാം നമുക്ക്. ആദ്യം ഇവരുടെ ഇതിൽ നിന്ന് തന്നെ ഒരു പാത്രം എടുക്കാം. കണ്ടോ, പാത്രത്തിൽ കലക്കി കൊടുക്കാം. ഇത് കൂട്ടിന്ന് ചാടിയതാ. ഇവൾക്ക് ഈ വെളി ഇറങ്ങാൻ പെർമിഷൻ ഇല്ലാത്തതാണ്. ഇതെന്താ നമുക്ക് വരുന്നില്ല നോക്കി നിൽക്കൊണ്ട് ഇവിടെ. കുറച്ച് ഇതൊരു പുട്ട് പരിഭവത്തിലായിട്ടുണ്ട്. അധികം വെള്ളം നമുക്ക് ചേർക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ പുട്ട് പരിഭവത്തിൽ തന്നെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇതിന്ന് മൊത്തം ഇവർക്കുള്ളതുണ്ട്. പുതിയ ഫുഡൊന്നും ഇവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം കൂട് ഇറക്കാനുള്ള സാവധാനം എനിക്ക് തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓ മോനെ, പതിയെ തിന്ന പന്നിയും തിന്നാം. പതിയെ തിന്ന പന്നിയും തിന്നാം. ഇന്നൊക്കെ വെള്ളം തറച്ചു കൊടുക്കാം. കുഴപ്പമില്ല, താഴെ വീഴുമ്പം അവർ തിന്നോളൂ. ഇതിന്ന് വെച്ചു കൂട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത മരുന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആരും കുടിക്കുന്നില്ല. എല്ലാവരുടെയും വായിൽ ഓരോന്ന് ചോദിച്ചു കൊടുക്കാനാണ് തോന്നുന്നത്. എല്ലാവരും നോക്കിയിട്ട് പോകുന്നൊക്കെ ഉണ്ട്. പക്ഷേ കുടിക്കാനുള്ള കുടിച്ചു. അപ്പം ഇഷ്ടപ്പെട്ടില്ല. ഓടി. തീറ്റ കൊടുക്കാത്തതിൻ്റെ പ്രശ്നമാണ്. നമുക്ക് തീറ്റയും കൂടെ കൊടുക്കാം. പാത്രമൊക്കെ നമ്മൾ മറച്ചിടും കേട്ടോ രാത്രിയാകുമ്പോൾ. അത് സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. ഇതാണ് നമ്മുടെ കൂട്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമുക്ക് അതവിടെ ഇരിക്കട്ടെ. വേണമെങ്കിൽ കഴിച്ചോളാം. കഴിയും. അത് തന്നെ വേണ്ട, അസുഖം മാറിക്കോളാം. അങ്ങനെ ആകുമ്പോൾ കണ്ട ഉഷാറായില്ല നിങ്ങൾക്ക്. നമുക്ക് തീറ്റ നമുക്ക് സെറ്റ് ചെയ്യാം. കാണിക്കാം കേട്ടോ. നോക്കുള്ളൂ. അതിന് നമ്മൾ ഉള്ള മരുന്ന് പറ്റുന്ന പോലെ അതിനകത്ത് ഒഴിച്ചു കൊടുത്തത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അതിനകത്ത് വിതറാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാൽ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് തിന്നാം. അതിന് നമ്മൾ പറ്റുന്ന പോലെ നമ്മളെ മഞ്ഞൾപ്പൊടി ഉള്ള മരുന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് തിന്നുന്നുണ്ട്. അത് തിന്നാൽ ഇച്ചിരിയെങ്കിലും അസുഖം മാറിക്കോളും.
അപ്പോൾ രാവിലെ തീറ്റ കൊടുക്കുന്ന വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ, എല്ലാവരും കൂടെ കുടിക്കും കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ കൊച്ചുവെളുപ്പംകാലത്ത് എല്ലാവർക്കും തീറ്റ എല്ലാം കൊടുത്ത് സന്തോഷമായിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ പരിപാടിയായ ഉറക്കത്തിലൂടെ എടുക്കാം. നമ്മൾ അങ്ങനെ ഉറങ്ങുന്നില്ല കേട്ടോ, ചുമ്മാ പറഞ്ഞാൽ. എല്ലാവരും തീറ്റ തന്നുകൊണ്ടിരിക്കുക. എല്ലാവർക്കും സന്തോഷമായി, ഇവർക്കും സന്തോഷം, ഇവർക്കും സന്തോഷമായി. എന്നാലും തീറ്റ കഴിക്കാണെന്ന് ചുമ്മാ നോക്കില്ല, നോക്കുന്നതാണ്. നമുക്കിനി വേറൊരു കാര്യം കൂടി ചെയ്യണോ കുഞ്ഞുങ്ങളുള്ള വേണ്ട, നാളെ ചെയ്യാം. അപ്പോൾ ഓക്കെ ബൈ. നമ്മുടെ പ്രധാനപ്പെട്ട ആൾ സോഫയിൽ മുട്ട ഇടാൻ വന്നിരിപ്പുണ്ട്. മുട്ട ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണിച്ചു തരാം.